അതിഷിയെ ഡൽഹി മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തതിനെ വിമർശിച്ചാണ് സ്വാതി മാലിവാൾ എം പി രംഗത്തെത്തിയത്. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായ ദിനമാണ്. പാർലമെന്റ് ആക്രമണ കേസിലെ പ്രതി അഫ്സൽ ഗുരുവിനെ രക്ഷിക്കാൻ പോരാടിയ കുടുംബമാണ് അതിഷിയുടേത്. അതിഷി ഡമ്മി മുഖ്യമന്ത്രിയാണെങ്കിലും രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണിതെന്നും സ്വാതി മാലിവാൾ പറഞ്ഞു. आज दिल्ली के लिए एक बहुत दुखद दिन है। आज दिल्ली की मुख्यमंत्री एक ऐसी महिला आतिशी मारलेना जी बनने जा रही हैं, जिनके अपने परिवार ने आतंकवादी अफजल गुरु को फांसी की सजा से बचाने के लिए एक लंबी लड़ाई लड़ी। आज आतिशी मारलेना जी मुख्यमंत्री बनेंगी, लेकिन हम सब जानते हैं कि वो सिर्फ और सिर्फ एक डमी सीएम, एक कठपुतली मुख्यमंत्री बनेंगी। लेकिन फिर भी ये मुद्दा बहुत बड़ा है, क्योंकि वो मुख्यमंत्री बनेंगी और ये मुद्दा सीधे सीधे दिल्ली और देश की सुरक्षा से जुड़ा हुआ है. ബൽറാം നെടുങ്ങാടി തുടരുന്നുണ്ട്. ബൽറാം, ഇപ്പോൾ BJP-യുടെ ഭാഗത്തു നിന്ന് പോലും ഇങ്ങനൊരു വിമർശനം വന്നിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോഴാണ് സ്വാതിയുടെ ഭാഗത്ത് നിന്ന് ഈ തരത്തിലേക്കൊരു വിമർശനം. ഇതിൽ ആം ആദ്മി പാർട്ടിയുമായി സ്വാതി മലിവാളിന് അഭിപ്രായ ഭിന്നതയുണ്ട്, കേസ് നിലനിൽക്കുന്നുണ്ട്, അതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ വിമർശനത്തിന്റെ കാതൽ എന്താണ്? അത് ഗുരുതരമായൊരു വിമർശനമാണല്ലോ. അനുജ, തീർച്ചയായും ഈ BJP-യുടെ ഭാഗത്തു നിന്ന് പോലും ഇത്തരത്തിലുള്ള കടുത്ത വിമർശനം അതിഷിയുടെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുപ്പിനോട് ഉണ്ടായിട്ടില്ല. BJP നേതാക്കൾ പലരും ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തു എങ്കിൽ പോലും ആം ആദ്മി സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. എന്നാൽ കടുത്ത വാക്കുകളാണ് ഈ വിഷയത്തിൽ സ്വാതി മാലിവാളിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിഷിയുടെ മാതാപിതാക്കൾ നേരത്തെ അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള പ്രതിഷേധത്തിൽ അവർ പങ്കെടുത്തിരുന്നു. ഒപ്പം തന്നെ ഈ വധശിക്ഷ എന്ന രീതിയോട് തന്നെ എതിർപ്പ് അറിയിച്ചുകൊണ്ട് ഇരുവരും രംഗത്തെത്തിയിരുന്നു. ഈ മാതാപിതാക്കൾ ഇടതുപക്ഷ അനുഭാവികളും സജീവമായ സാമൂഹിക പ്രവർത്തകരുമാണ്. ഇത്തരം വിമർശനങ്ങൾ അതിഷിക്കെതിരെ നേരത്തെയും ഉയർന്നിരുന്നു. BJP-യുടെ ഭാഗത്തു നിന്നായിരുന്നു അത്തരത്തിൽ ഉയർന്നിരുന്നത്. ഈ ഒരു വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു നേരത്തെ അതിഷി മർലേന എന്ന മാർക്സ്, ലെനിൻ എന്നീ പേരുകൾ ചേർത്തായിരുന്നു അതിഷിയുടെ സർനെയിം ഉണ്ടായിരുന്നത്. അത് മാറ്റിക്കൊണ്ട് അതിഷി എന്ന പേര് മാത്രം അതിഷി ഉപയോഗിക്കാൻ തുടങ്ങിയത് തന്നെ ഇത്തരത്തിലുള്ള BJP-യുടെ വിമർശനങ്ങൾ ഒഴിവാക്കുന്നതിനായിരുന്നു. എന്നാൽ നേരത്തെ മാതാപിതാക്കൾ ഈ അഫ്സൽ ഗുരുവിന്റെ വിഷയത്തിൽ നടത്തിയ നിയമ പോരാട്ടങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആരോപണവുമായി സ്വാതി മാലിവാൾ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഒരു ഡമ്മി മുഖ്യമന്ത്രിയാകും അതിഷി എങ്കിൽ പോലും രാജ്യസുരക്ഷയ്ക്ക് പോലും ഇക്കാര്യം ഗൗരവതരമായ ചോദ്യം ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ് സ്വാതി മാലിവാൾ ഉന്നയിച്ചിരിക്കുന്നത്. പിന്നാലെ തന്നെ സ്വാതി രാജിവെക്കണമെന്ന ആവശ്യവുമായി ആം ആദ്മി പാർട്ടിയും രംഗത്തെത്തിയിട്ടുണ്ട്. അനുജ, അതാണിപ്പോൾ സ്വാതി മലിവാളിന്റെ പ്രതികരണം. അത് ആം ആദ്മി പാർട്ടിയിൽ തന്നെ വലിയ വിമർശനങ്ങൾക്ക് ആ പ്രതികരണം ഇടയാക്കിയിട്ടുണ്ട്.